എല്ലാവർക്കും കറണ്ട് അഫയർ സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇതിനു മുമ്പേ ഉള്ള നമ്മുടെ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ കറണ്ട് അഫയർ സീരീസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ക്ലാസ്സസ് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. എൽ ഡി സി അല്ലെ ആയിക്കോട്ടെ, ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും മാക്സിമം നമ്മുടെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. LDC യിലൊക്കെ 20 മാർക്കാണ് കറണ്ട് അഫയർ ചോദിക്കുന്നത്. അപ്പോൾ 20 മാർക്കിൽ നമുക്കൊരു 20 മാർക്കും സ്കോർ ചെയ്യത്തക്ക വിധത്തിലാണ് നമ്മൾ ഓരോ കറണ്ട് അഫയർ ക്ലാസ്സസും ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മാക്സിമം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമുക്ക് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റോടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം, അധികം ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ, അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ അടുത്തിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇന്ത്യ അടുത്തിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. ചെറിയൊരു ടോപ്പിക്കാണ്, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്കുമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ 1 മാർക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യ ഏതൊക്കെ രക്ഷാപ്രവർത്തനങ്ങളാണ് അടുത്തിടെ നടത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അപ്പോൾ മറക്കല്ലേ, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല കറണ്ട് അഫെയർ ആണ്. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യനോടാണ്. അപ്പോൾ ഇനിയും ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. LDCക്കൊക്കെ ഇനി ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഒന്നുകൂടെ പറയാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അങ്ങ് മറക്കല്ലേ, അജയ് പോയി ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചേ. അജയ് ഇസ്രായേലിൽ പോയി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു. അത് ഓർത്തായി. അജയ് ആണ് പോയത്. ആരാണ് പോയത്? അജയ് ആണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പോയി നമ്മുടെ ഇന്ത്യക്കാരെ തിരികെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ അജയ്. മറക്കല്ലേ, അജയ് ആണ് ഇസ്രായേലിൽ പോയത്. അജയ് ഇസ്രായേലിൽ പോയി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടുങ്ങിക്കിടന്ന നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ച് നമ്മുടെ രാജ്യത്തിലോട്ട് കൊണ്ടുവന്നു. അജയ് ആണ് കൊണ്ടുവന്നത്. അജയ് ഇസ്രായേലിൽ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാം ഓപ്പറേഷൻ അജയ്. അപ്പോൾ ഇനി മറക്കല്ല്, എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഓർത്ത് തന്നെ ഇരിക്കുക. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കേട്ടാലും ഓർത്തോണം. ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾ ഇപ്പം മുതൽ അങ്ങ് ഓർത്ത് വെച്ചോ. ഓപ്പറേഷൻ അജയ് എന്ന് എവിടെ കേട്ടാലും ഓർത്ത് വെച്ചോ. ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നങ്ങ് ഓർത്ത് വെച്ചോ. ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. 1 മാർക്ക് ഉറപ്പിച്ചു ഇത് കേട്ടോ. ഇത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് ഭൂകമ്പം ബാധിച്ച തുർക്കിയിലെയും സിറിയയിലെയും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. അതായത് ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അതായത് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ് ഈ ദൗത്യത്തിൻ്റെ നമ്മുടെ ഇട്ടേക്കുന്ന പേര്. അപ്പോൾ എവിടെയൊക്കെയാണ്? തുർക്കിയിലും സിറിയയിലും. അപ്പം നമ്മുടെ ദോസ്തുകളാണ് തുർക്കിയും സിറിയയും എന്നങ്ങ് ഓർത്ത് വെച്ചോ. നമ്മുടെ ദോസ്തുകളാണ് തുർക്കിയും സിറിയയും. അവിടെ ഒരു ഭൂകമ്പം വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ രക്ഷിക്കത്തില്ലേ? അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ. ഭൂകമ്പം വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ രക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഇന്ത്യ പോയി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ് തുർക്കിയും സിറിയയും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭൂകമ്പം ബാധിച്ചപ്പോൾ നമ്മൾ പോയി രക്ഷിച്ചു. അപ്പം നമ്മൾ രക്ഷിക്കാൻ അവരും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ ദോസ്താണ് അവർ. അങ്ങനെ ഓർത്ത് വെച്ചോ. ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. മറക്കല്ലേ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതും നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. മറക്കല്ലേ. നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിനൊന്നും ഒരു ശമനമില്ല. ഇപ്പോഴും റഷ്യ യുക്രൈനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതാണ്. അത് തന്നെയല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ MBBS ഒക്കെ പഠിക്കാൻ ഒരുപാട് കുട്ടികൾ യുക്രൈനിലും റഷ്യയിലും ഒക്കെ പോയിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ കുടുങ്ങിക്കിടന്നിരുന്നു. ആ കുടുങ്ങിക്കിടന്ന കുട്ടികളെയൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗംഗ.
അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചോ, റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം നമ്മൾ ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗംഗ. അപ്പോൾ അങ്ങ് ഓർത്ത് വെച്ചോ, ഓപ്പറേഷൻ ഗംഗ. അടുത്തത്, സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ കാവേരി. മറക്കല്ലേ, സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ കാവേരി. ക്ലിയർ ആയ? അടുത്തത്, മോക്ക ചുഴലിക്കാറ്റ്. മോക്ക ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്? മ്യാൻമറിലാണ്. അപ്പം മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അതായത് നമ്മുടെ തൊട്ട അയലോക്കമല്ലേ ഈ മ്യാൻമർ എന്ന് പറഞ്ഞ രാജ്യം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, അവിടെ ചുഴലിക്കാറ്റോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു കരുണ തോന്നത്തില്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അയൽ രാജ്യമല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു കരുണയും കരുതലും ഒക്കെ തോന്നും. അങ്ങനെ നമ്മൾ സഹായിക്കാൻ പോകുന്ന മിഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. അങ്ങനെ ഓർത്ത് വെച്ചോ, മോക്ക ചുഴലിക്കാറ്റ്. ഓർത്ത് വെച്ചോ, ഏത് ചുഴലിക്കാറ്റെന്ന് ഓർക്കണം? മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ കരുണ. നമുക്ക് അടുത്ത് കിടക്കുന്ന അയൽ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്കൊരു കരുണ വരും. അങ്ങനെ ഓർത്ത് വെച്ചോ, ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ കരുണ. മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ കരുണ. മറക്കല്ലേ. അടുത്തത്, സായുധ കലാപം നടന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ മറക്കല്ലേ, സായുധ കലാപം നടന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി, ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പറഞ്ഞ് നമുക്കങ്ങ് പഠിക്കാം അത്. അപ്പോൾ ഒന്നുകൂടെ ഇതാവുമല്ലോ. അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ പോയി എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഒന്നുകൂടെ പറയാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. മറക്കല്ലേ. ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ദോസ്ത്. റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. സായുധ കലാപം നടന്ന ഹെയ്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ വരുന്നത്. അതായത് ഇതിൽ നിന്നൊരു മാർക്ക് 100% ഉറപ്പാണ്. ഇതിൽ നിന്നൊരു നമ്മളിപ്പം ഇത്രയും പഠിച്ച ഓപ്പറേഷനിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിച്ചിരിക്കും. ഇനി വരുന്ന എക്സാംസിനെല്ലാം ഇതിനകത്തുനിന്ന് ഓരോരോ മാർക്ക് എഴുതാൻ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം വിട്ട് കളയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ് പെട്ടെന്ന് തന്നെ എടുത്തത്. ചെറിയൊരു ക്ലാസ് ആണെന്നാലും പെട്ടെന്ന് തന്നെ എടുത്തത്, നമ്മൾ വിട്ടുപോയിരിക്കാൻ. അപ്പോൾ മാക്സിമം ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് ഷുവറാണ്. ഒരു മാർക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കും, ഞാൻ ഉറപ്പ് പറയും, 100% ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് വരുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് പോൾസും കാര്യങ്ങളും നോട്ട്സും എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതോടെ നിങ്ങൾക്കൊന്ന് ലഭിക്കട്ടെ, കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. അപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. എന്തെങ്കിലും സംശയങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയറോടെ ചെയ്യാനൊന്ന് ശ്രമിക്കണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു ക്ലാസ് ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് ഇന്നലെ ഇട്ടിന് ഇഡിയംസ് എന്ന് പറഞ്ഞ് അതൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. അതിൽ നിന്നൊക്കെ ഒരു മാർക്ക് ഷുവറാണ്
ഷുവറാണ്. അതുപോലെ തന്നെ നമ്മളുടെ കേരള ഭരണരംഗം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. സിവിക്സിലെ 3 ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അത് 3 ക്ലാസ്സും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെ 2 ക്ലാസ് കൂടെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയമല്ല, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ക്ലാസ്സൊക്കെ ഒന്ന് സുപ്രധാന നിയമങ്ങളുടെ അതുപോലെ തന്നെ കേരള ഭരണരംഗത്തിലെ സിവിക്സിലെ ഇ ഗവേൺസ് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ആ ക്ലാസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം. ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം മതി. നിങ്ങൾ ഒരു സിനിമ കാണുന്ന ഒരു ലാഘവത്തോടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. നമ്മളത് വളരെ ലളിതമായിട്ടാണ് ഓരോ ക്ലാസ്സസും അവതരിപ്പിച്ചിട്ടുള്ളത്. കണ്ടവർക്കറിയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഗ്രാമർ ഫേസിൽ എന്തെങ്കിലും ക്ലാസ്സസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ക്ലാസ്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.